പറഞ്ഞ ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. പ്രണയം നടിച്ചോ പണം മോഹിച്ചോ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ ഇസ്ലാം നിഷിദ്ധമായി വിമർശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഒരു ഖുർആൻ വചനം പറയൂ, അതല്ലെങ്കിൽ ഒരു ഹദീസ് പറയൂ അതിനെ സംബന്ധിക്കുന്ന. പക്ഷേ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന വചനം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഒരു കാരണവുമില്ലാതെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്നും പറയുന്ന ഖുർആൻ വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ നിങ്ങള് ഇസ്ലാമിക പണ്ഡിതനല്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക വിധി അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടുണ്ടോ? ഞാൻ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ പോയോ എന്ന് ചോദിച്ചല്ലോ. ഒരു ആയിഷ പോയില്ല, ഒരു ഫാത്തിമ പോയില്ല. അവർക്ക് മതം മാറേണ്ട കാര്യമില്ലല്ലോ സുഹൃത്തെ. അവരെ അഫ്ഗാനിലെ താലിബാനിലെ ജയിലിൽ കൊണ്ടിട്ടാൽ ഇവർക്ക് സ്വർഗം കിട്ടുമോ? ഒരു റമീസിന് സ്വർഗം കിട്ടുമോ? ഒരു സമദാനിക്ക് സ്വർഗം കിട്ടുമോ? അനൂജ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല. ഖലീൽ എന്ന് പറയുന്ന അവളെ പ്രണയം നടിച്ച് വശീകരിച്ചവൻ ഇന്നും ഇവിടെ വിലസി നടക്കുന്നുണ്ട്. ആദിത്യ എന്ന പെൺകുട്ടി, അതിനെ പ്രണയ വലയിൽ അകപ്പെടുത്തിയത് മുഹമ്മദ്, അവൻ ഇന്നിവിടെ ജീവിക്കുന്നു. ആദിത്യ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല. നന്ദ എന്ന പെൺകുട്ടിയെ ഷുഹൈബ് കൊണ്ടുപോയി, നന്ദയില്ല, ഷുഹൈബ് ഉണ്ട്. ശ്രദ്ധ എന്ന പെൺകുട്ടിയെ അകപ്പെടുത്തി കൊണ്ടുപോയി അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് 35 കഷ്ണമാക്കി ഫ്രീസറിൽ കൊണ്ടുവച്ചു. ശ്രദ്ധ കപൂർ ഇല്ല. അഫ്താബ് അമീൻ എന്ന് ബാക്കിയുണ്ട്. ധന്യ പോയി, ഷക്കീർ ബാക്കിയുണ്ട്, രേഷ്മ പോയി, അയ്യൂബ് ബാക്കിയുണ്ട്, സുചിത്ര പോയി, ജസീർ ബാക്കിയുണ്ട് കുന്നംകുളം, ടിനു പോയി, അക്കിസാം ബാക്കിയുണ്ട് കണ്ണൂരില്, രേഷ്മ പോയി, അക്താർ ബാക്കിയുണ്ട് കഴക്കൂട്ടത്ത്, രേഷ്മ പോയി, നൌഷാദ് ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത്, ജിഹാദ് ഉണ്ട്, കുട്ടി പോയി, മറ്റൊരു അജ്മൽ ബാക്കിയുണ്ട്. ഓരോ ദിവസം കഴിയും തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇതുപോലെയുള്ള പ്രണയ കെണികളിൽ അകപ്പെടുത്താൻ വേണ്ടി മുസ്ലിം യുവാക്കൾ ട്രെയിൻഡ് ആയിട്ട് ആ മുസ്ലിം പെൺകുട്ടികളുടെ പിന്നാലെ കൂടുമ്പോൾ ഇതിൻ വില്ലനായി വരുന്നത് മതമാണ്. മതമാണ് 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 ഇവിടുത്തെ വില്ലൻ. ലക്ഷണമൊത്ത വർഗീയതകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥം ഒരു കയ്യിലും മറു കയ്യിൽ ലവ് എന്ന് പറയുന്ന ജിഹാദുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവന്മാരാണിവര്. നിങ്ങൾ പറയണം, ഈ അഫ്താബ് അമീൻ എന്ന് പറയുന്ന പയ്യന് ഒരു അമുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു നവീൻ കുമാറിന് ഒരു ജാനകിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് കൂടെ കൂട്ടാൻ പറ്റുമോ? ബഹുദൈവ വിശ്വാസികളാണ് അവർ. അവരുമായിട്ട് ഈ പയ്യന് ചങ്ങാത്തം പാടില്ല. ഇസ്ലാമിലേക്ക് ഈ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോലും മാതാപിതാക്കളുമായി ബന്ധം സ്വീകരിക്കരുത് എന്ന് പറയുന്ന മതമാണിത്. ജലീൽ സാഹിബിന് ഞങ്ങളുടെ പേര് പറയാനൊക്കെ വല്ലാത്ത പുച്ഛമുണ്ട്. ആ പുച്ഛം അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ ഞാൻ തള്ളുന്നു. ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ നസ്രിനാക്കി മാറ്റി. ഒരേ ഒരു മകൾ, ആ പെൺകുട്ടി മതം മാറിയതറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിതാവ് ആശുപത്രിയിലാകുമ്പോൾ നബീസ എന്ന് പറയുന്ന മതം മാറ്റലിന്റെ ഏറ്റവും വലിയ ഹിഡൻ അജണ്ടകൾ വച്ചു പുലർത്തുന്ന വനിതാ നേതാവ്, തലൈവി, അമ്മ, അവളെന്താ പറഞ്ഞു കൊടുത്തെന്നറിയാമോ ഈ പെൺകുട്ടിക്ക്? അതൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇതിനകത്തുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്ത മരിച്ചാൽ പോലും നീ പോകരുത് ഈ മതം വിട്ട്. കാരണം എന്താ? അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുക. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് സാഹിബേ. നിങ്ങൾ മദ്രസകളിൽ മാത്രം പഠിച്ചത് കൊണ്ടും ഈ മതഗ്രന്ഥങ്ങളിനകത്ത് എന്താണുള്ളത് എന്ന് അറിയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഇത് പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു പരാമർശം, പേര് മാറ്റണമെന്ന്. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അബൂബക്കർ ഉമർ ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പാമ്പിന്റെ കുഞ്ഞ് എന്നാണ്. എത്ര പേരെയാണ് ലിംഗാഗ്ര ചർമ്മം ചെയ്തിച്ച് പ്രവാചകൻ മതം മാറ്റിയിട്ടുള്ളത്, പേര് മാറ്റിയിട്ടുള്ളത്? മതം മാറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ. എത്ര വേണം? നമ്മൾ കാണിച്ചു തരാം, നമ്മൾ പറഞ്ഞു തരാം, ഇഷ്ടം പോലെ. പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അബു അഫാക്ക എന്ന് പറയുന്ന 104 വയസ്സുകാരനെ പ്രവാചകനെ വിമർശിച്ചു എന്ന കാരണത്താൽ കഴുത്തു മുറിച്ചു കൊന്ന ആളാണ് നിങ്ങളുടെ ഈ പ്രവാചകൻ. അറിയാമോ? അസ്മാ ബിന്തു മർവാൻ എന്ന യുവതി പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ കാരണത്താൽ കൊന്ന പ്രവാചകൻ. ഭാര്യയുടെ വീട്ടിലെങ്ങാണ്ട് ഒരു പയ്യനെ കണ്ടപ്പോൾ, ഒരു യുവാവിനെ കണ്ടപ്പോൾ മരുമകനായിട്ടുള്ള അലിക്ക് വാളും കൊടുത്ത് അവന്റെ തല എടുത്തുകൊണ്ട് വരാൻ വിടുന്നു.
പോയപ്പോൾ അവന് ലിംഗമില്ല എന്ന് മനസ്സിലാക്കി അലി തിരിച്ചു വരുന്നു പുഞ്ചിരിയോടുകൂടി. ഈ പ്രവാചകന്റെ കാരുണ്യത്തെക്കുറിച്ചും ഈ മതത്തിന്റെ മാനവികതയെക്കുറിച്ചുമൊക്കെ അറിയാത്തവരോട് പോയി പറഞ്ഞോളൂ ജലീൽ സാഹിബെ. ഒരു തുടർച്ചയാണ് ഇപ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. റമീസ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, ആ ക്രിമിനൽ നടത്തിയതും ലവ് ജിഹാദ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ, അദ്ദേഹത്തിന്റെ അയൽക്കാരുടെ ആശീർവാദത്തോടെ ഉള്ള ഒരു ലവ് ജിഹാദ്.